Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് മെൻഡർ റിലേറ്റഡ് തിങ്സും ഗൈഡൻസിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പൈത്തൻ്റെ പ്ലേലിസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് മുതൽ പൈത്തൻ്റെ പ്ലേലിസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ പൈത്തൻ്റെ ബേസിക്സ് നിന്ന് അഡ്വാൻസിലേക്ക് പോയിട്ട് പിന്നെ ജാങ്കോ ഫ്രെയിം വർക്കിൻ്റെ അത് ചോദിച്ചാൽ പൈത്തൻ്റെ ഒരു നമ്മൾ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഫ്രെയിം വർക്കാണ് ജാങ്കോൻ്റെ ബേസിക്സ് അഡ്വാൻസ്, പിന്നെ അതേപോലെ HTML, CSS, ജാവ സ്ക്രിപ്റ്റ്, റിയാക്ട് ജെയ്സ്, അങ്ങനെ കംപ്ലീറ്റ് ഒരു വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ട്യൂട്ടോറിയൽ പ്ലേലിസ്റ്റിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പ്ലേലിസ്റ്റ് ഒരു സൈഡിലൂടെയും കൊണ്ടുപോകും, അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ ഗൈഡൻസ് വേറെ സൈഡിലേയും കൊണ്ടുപോകും. അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ മാത്രം ഞാൻ ജസ്റ്റ് കോഴ്സ് ഇട്ടിട്ട് ഒരു ട്യൂട്ടോറിയൽ ഇട്ടൊരു കാര്യമില്ല. കാരണം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ട്, അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അൺലേൺ ചെയ്തിട്ടൊരു ന്യൂ ടെക്നിക്കിലൂടെ പഠിക്കുക, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും, റെസ്യൂം ബിൽഡിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളെ പൈത്തൻ്റെ ട്യൂട്ടോറിയലിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പൈത്തൻ്റെ ഡൗൺലോഡിങ്ങും അതിൻ്റെ ജസ്റ്റ് ഒരു എല്ലാവരും ചെയ്യുന്ന പോലെ പ്രിൻ്റ് ഹലോ ഫംഗ്ഷന് അത് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇനി വരുന്ന വീഡിയോയിൽ കംപ്ലീറ്റ്ലി കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടി ടാബിൽ ജസ്റ്റ് പൈത്തൺ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുവരെ python.org ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ കൂടുതൽ ഡോക്യുമെന്റേഷനും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് പൈത്തൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ്സിനെ കൊടുത്തിട്ട് സേവ് ചെയ്യണം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കഴിയുന്നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെ പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വിൻഡോസിൽ പറഞ്ഞു കൊടുക്കണം എവിടെയാണ് നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് പോവുക. CMD എഴുതിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിച്ചതാണ്. അപ്പോൾ CMD ഓപ്പൺ ആയി വരും. ഇവിടെ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പാത്ത് അറിയില്ലെങ്കിൽ വേർ പൈത്തൺ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്, ഇപ്പം എൻ്റെ ലെനോവറിൻ്റെ യൂസറിൽ ആപ്പ് ഡാറ്റ ലോക്കൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പാത്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ആവശ്യമില്ല, നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക. എൻവിറോൺമെൻറ്റ് അടിക്കുക. എന്ന് വെച്ചാൽ ഏത് എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻവിറോൺമെൻറ്റ് വേരിയബിൾ വന്നിട്ട് ഇവിടെ എൻവിറോൺമെൻറ്റ് വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പാത്തിൽ ഓപ്ഷൻ വരും. ഞാൻ ഓർമ്മ 2 പാത്തും കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്താ നമ്മൾ കണ്ടത്, ആ ഒരു സംഭവമാണ് ഇവിടെ. എന്ത് ചെയ്യുക, ആദ്യം ഞാൻ ഒന്ന് സ്ക്രിപ്റ്റ് ഇല്ലാതെ ആഡ് ചെയ്തു, അതിനുശേഷം സ്ക്രിപ്റ്റ് ഉള്ളത് ആഡ് ചെയ്തു. python.exe ഇത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഓക്കെ കൊടുക്കുക. അതേമാതിരി ഇവിടെ വന്നു ഈ ഫസ്റ്റത്തത് Python 3.13 വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ വേണ്ട, ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് പൈത്തൺ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഉണ്ടാവില്ല. അല്ലാത്ത കേസിൽ ന്യൂ കൊടുക്കുക. എന്നിട്ട് അതിവിടെ സെലക്ട് ചെയ്യുക, അവിടെ കോപ്പി ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആക്ച്വലി ഈ രീതിയെ ഫോളോ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കൊടുക്കും, അതിനുശേഷം ഒന്നും എടുത്തിട്ട് ഈ python.exe കൊടുക്കും. അപ്പോൾ എൻ്റെ കേസിൽ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാത്തിലും ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ CMDയിൽ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് പോവുക. പൈത്തൺ ഒരു സ്പേസ് ഇട്ടിട്ട് വേർഷൻ കൊടുക്കുക. ഏതാ വേർഷൻ അറിയാം. ഇപ്പം നമ്മൾ പൈത്തൻ്റെ വേർഷൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, പൈത്തൺ നോട്ട് ഫൗണ്ട് അങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക.
മാക്സിമം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്താൻ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ഓൾവേസ് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, നമ്മളെ എന്താ പറയുക വിൻഡോസിന് പറഞ്ഞു കൊടുത്ത് നമ്മളെ പൈത്തൺ എവിടെയാണെല്ലാം കറക്റ്റായി വേരിയബിൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ജസ്റ്റ് ഇവിടെ തന്നെ വേണമെങ്കിൽ പൈത്തൺ ഓപ്പൺ ആക്കാം. പൈത്തൺ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രിന്റ് ഹലോ എന്ന് കൊടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ആവും. അപ്പം ഞാനെന്താ പറയുക, പ്രിന്റ് 1+4 5 അങ്ങനെ നമുക്ക് എന്താ പറയുക ഇനി അങ്ങോട്ട് കോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കോഡിങ് ഇപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് പ്രിന്റ് ഹലോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി പൈത്തൺ കയറിയിട്ട് പ്രിന്റ് ചെയ്ത് നോക്കുക. ഇത് റെഡി ആയിട്ട് നമുക്ക് ഞാൻ അടുത്തത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഇഷ്യൂസ് വരുമ്പോൾ അത് നമ്മൾ റിസർച്ച് ചെയ്ത് കൂടുതൽ നോളജ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അടുത്ത് ഞാൻ ഇനി കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് ഇനി ഓരോ വീഡിയോയിലും ഓരോ ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഓരോ സിംഗിൾ ടോപ്പിക്കും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നോർമൽ ഡെവലപ്പേഴ്സ് തിയറിയിൽ കുറച്ച് ബാക്കാണ്, ജസ്റ്റ് പ്രാക്ടിക്കലി ചെയ്തു പോകും. പക്ഷെ ഞാൻ ആൾവേസ് സജസ്റ്റ് ചെയ്യുന്നത് തിയറിയിലും സ്ട്രോങ് ആവണം, നമ്മൾ കോഡിങ്ങിൽ സ്ട്രോങ് ആവണം. ആ ഒരു കേസിലാണ് ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്യുന്നത്. സോ ഇനി സാലറി കുറവാണ് ആരും പറയരുത്. അതിനുള്ള സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ നമ്മളെടുത്തിട്ടുണ്ട്. ആ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പൈത്തൺ വെച്ച് ചെയ്യും. പൈത്തൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡാറ്റ സയൻസ് ഉണ്ട്, വെബ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, AI ഉണ്ട്, റോബോട്ടിക് ഉണ്ട്, ഏത് ഫീൽഡിലോട്ടും പോകാം. സോ ബേസിക്സ് ഓഫ് പൈത്തൺ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഈ ഒന്നും നോക്കണ്ട, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. സാലറി കുറവാനുള്ള കൺസേൺ കംപ്ലീറ്റ്ലി പോവുകയാണെങ്കിൽ ഹൈ പേയിലോട്ട് കയറിയെ പറ്റി മാത്രം ചിന്തിക്കുക. എഫേർട്ട് ഇടുക, ഡെഡിക്കേഷൻ, മൂവ്മെൻറ്റ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫുൾ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത് നിന്ന്. ഏത് സമയം കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. പഠിക്കുന്ന കാര്യത്തിന് ഫുൾ സപ്പോർട്ടാണ്, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.